ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയും കടന്നുപോയി അല്ലേ. അപ്പോൾ ഓൾറെഡി ഒക്ടോബർ മാസം കഴിഞ്ഞ് ഇപ്പോൾ നവംബറിലേക്ക് കടന്നു. ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 മാസം കൂടി കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയി. അപ്പോൾ 2025 വന്നതും പോയതും ഒട്ടും അറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഒക്ടോബർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒക്ടോബർ മാസം നമ്മുടെ കഴിഞ്ഞ മാസത്തെ പോലെ സെപ്റ്റംബർ മാസം പോലെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. പക്ഷേ ഒക്ടോബർ അവസാനമായപ്പോഴത്തേക്കും ആദ്യത്തെ 2 ആഴ്ച നല്ല ബുള്ളിഷ് ആയിരുന്നു. അതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, ഒരു വിയർഷിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ ഈ ഒക്ടോബർ മാസം നല്ലൊരു IFC ക്യാൻഡിലാണ് മന്തിൻ്റെത്. നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ പ്രൈസ് കുറച്ച് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എവിടം വരെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഹൈ ഒന്നും എടുത്തേക്കണമല്ല, ഒരു ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാതെ നമുക്ക് ഇനി നവംബറിലത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വരാം. ഇപ്പോൾ 2 വീക്കായിട്ട് പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷ് ആയിരുന്നു, അങ്ങനെ തന്നെ തുടരുന്നു. ഒരു ചെറിയൊരു ബിയറിഷ് ട്രെൻഡ് ഗോൾഡിന് വന്നിട്ടുണ്ട്. എന്നാലും പ്രൈസ് ബുള്ളിഷിലേക്കുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റികളും നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നു. പക്ഷേ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നില്ല, മേജർ ഹൈ ബ്രേക്ക് ചെയ്യുന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഡേയിൽ എന്താണ് സംഭവിച്ചതെന്ന്. അവസാനത്തെ ഒരു 5 ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ദിവസത്തെ ക്യാൻഡിലും ബിയറിഷ്, 1 ദിവസത്തെ ക്യാൻഡിൽ മാത്രമാണ് ബുള്ളിഷ്. അതെന്തുകൊണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ഒരു 4 ഹവറിൽ ഒരു ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരറ്റ് തന്നാൽ പോലും 4 ഹവറിൻ്റെ ഒരു OBയിൽ പ്രൈസ് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രൈസ് ബിയറിഷിലേക്ക് വരുമ്പോഴും നമുക്ക് നേരത്തെ ബുള്ളിഷിൽ തന്ന OBകളൊക്കെ മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അൺമിറ്റിഗേറ്റഡ് ആണെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ ഡ്രോയിങ് വരച്ചിടുക. ഇത് ഈ ഡ്രോയിങ് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്നിട്ടായിരിക്കും പ്രൈസ് എന്ത് ചെയ്യുന്നത്, ഒരു പുൾ ബാക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങളൊരു സെല്ല് എടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ടാർഗറ്റും അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ ആ പുൾ ബാക്ക് നിങ്ങൾക്ക് ബൈ എടുക്കാനൊക്കെ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് ഒരു 1 ഹവറിൽ പ്രൈസ് ഇതിന് മുമ്പ് വന്ന് റിയാക്ട് ചെയ്ത സമയത്ത് പ്രൈസ് ഒരു നല്ല രീതിയിൽ വീണ് നിന്ന സമയത്ത് 1 ഹവറിൻ്റെ ഈ ഒരു OBയിലാണ് പ്രൈസ് 1 ഹവർ ചേഞ്ച് ഓഫ് ക്യാരറ്റ് തന്നെങ്കിൽ ഈ OBയിൽ. പക്ഷേ ഇവിടെ ഈ ലോ കുറച്ച് സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നു അല്ലേ. ഈ ലോയിൽ പ്രൈസ് വന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് എന്ന് വെച്ചാൽ നമുക്കവിടെ ഫ്ലിപ്പ് വിത്ത് ഐഡിയം ലോവർ ടൈം ഫ്രെയിമിൽ കിട്ടിയത് കൊണ്ട് തന്നെ ഈ ലോ സ്ട്രോങ് ആവും. നിങ്ങൾ ഈ ഫ്ലിപ്പ് വിത്ത് ഐഡിയ എന്താണെന്ന് അറിയാൻ പാലാത്ത ആൾക്കാരൊക്കെ ഗോൾഡിൽ ഫ്ലിപ്പ് വിത്ത് ഐഡിയം പഠിച്ചു വെക്കുന്നത് ഏറ്റവും ബെറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് നല്ല ബിയറിഷിൽ വരുമ്പോഴും അത് താഴേക്ക് പിന്നെ പോകാതെ സ്ട്രോങ് ആയിട്ട് അവിടെ ബിൽഡപ്പ് ചെയ്ത് നിർത്തുന്ന ഒരു ഏറ്റവും അടിപൊളി എൻട്രി സെറ്റപ്പാണ് ഫ്ലിപ്പ് വിത്ത് ഐഡിയ. ഈ ഫ്ലിപ്പ് വിത്ത് ഐഡിയത്തിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോയത്. അത് ഫെയിൽ ആയെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കി. ഇത്രയും വലിയ ഡ്രോപ്പ് വന്ന സമയത്ത് ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ട് നിന്നൊരു പൊസിഷനാണ് ഇത്. അതെന്തുകൊണ്ട് ആ ഒരു പൊസിഷൻ ഉണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളുടെ ഏറ്റവും നല്ലൊരു എൻട്രി സെറ്റപ്പായ ഫ്ലിപ്പ് വിത്ത് ഐഡിയ. അപ്പോൾ ഫ്ലിപ്പ് വിത്ത് ഐഡിയ ഒക്കെ പ്രൈസ് ഗോൾഡ് തരാവുന്ന സമയത്ത് ഞാൻ പണ്ട് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്തതെന്ന് വെച്ചാൽ ഫ്ലിപ്പ് വിത്ത് ഐഡിയത്തിലാണ്. പിന്നീട് നമുക്ക് നല്ല ബുള്ളിഷിൽ വന്നപ്പോൾ അങ്ങനെയുള്ളൊരു എൻട്രി സെറ്റപ്പ് ഒന്നും കിട്ടാതെ, പക്ഷേ വീണ്ടും പ്രൈസ് ആ ഒരു എൻട്രി സെറ്റപ്പിലേക്ക് വന്ന് നമുക്ക് ഈ 4 ഹവറിലേക്ക് നോക്കിക്കഴിയുമ്പോൾ 4 ഹവറിൽ എന്താ ഈ OBയിൽ നമുക്ക് 1 ഹവറിൻ്റെ OB ഉണ്ട്. ഇവിടെ നമുക്ക് 50 മിനിറ്റിൽ ഫ്ലിപ്പ് വിത്ത് ഐഡിയയും കിട്ടിയത്. അതുകൊണ്ടാണ് ഈ ഒരു പൊസിഷൻ സ്ട്രോങ് ആയിട്ട് ഇരുന്നിട്ട് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കണമെങ്കിൽ സെല്ലിലേക്ക് എന്തൊക്കെ തന്നെ ഇവിടെ പ്രീവിയസ് ഡേയുടെ ഹൈ, പ്രീവിയസ് ഡേ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. അതിൻ്റെ ഹൈ പ്രൈസ് എടുത്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് എന്ത് അവിടെ ഒരു 1 ഹവറിൻ്റെ ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് 50 മിനിറ്റ് എന്തോ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ മൾട്ടിപ്പിൾ POI ആയിരുന്നു. പ്രൈസ് ഇവിടെ നിന്നാണ് ഇറങ്ങി താഴേക്ക് പോകുന്നത്. നല്ലൊരു പുൾ ബാക്ക്, ഏകദേശം ഒരു 430 എന്ന് പറയുമ്പോൾ 920, അപ്പോൾ $100 മേലെ പ്രൈസ് താഴേക്ക് മൂവ് ചെയ്തു. നമുക്ക് ഫ്ലിപ്പ് വിത്ത് ഐഡിയും കിട്ടിയിരിക്കണ കൊണ്ട് തന്നെ പ്രൈസ് എന്ത് ചെയ്തു, തിരിച്ച് നല്ലൊരു പുൾ ബാക്ക് തന്നു. അവിടെ ഒക്കെ 1 ഹവറിൻ്റെ വിക്കോബിയിൽ നിന്നാണ്. ഇപ്പോൾ വിക്കോബിയൊക്കെ കുറച്ചായിട്ട് റിയാക്ട് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫെയിലായിട്ട് ഇതിൽ പോകേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇത്രയും റിയാക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇത് ഫെയിലായി തിരിച്ചു പോകേണ്ടത്. പക്ഷേ പോയില്ല, പ്രൈസ് നല്ല രീതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോരുമെന്ന് വെച്ചാൽ അപ്പോൾ ഇറങ്ങിപ്പോരാം. വീണ്ടും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു റിയാക്ഷൻ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എൻട്രി. അപ്പോൾ 2 സൈഡിലേക്ക് നമുക്ക് സാധ്യതകൾ തന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലേക്കുള്ള ട്രേഡുകൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന്, ഒരു പ്രീവിയസ് ഹൈ പ്രീവിയസ് ലോ, വൈ ആണ് എടുക്കണമെങ്കിൽ പ്രീവിയസ് ഹൈ, സെല്ലാണ് എടുക്കണമെങ്കിൽ പ്രീവിയസ് ലോ ടാർഗറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യും, സെറ്റ് ചെയ്ത് ഇടുക. അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല പ്രോഫിറ്റൊക്കെ കിട്ടി പോകാൻ പറ്റും. അല്ല ബ്രേക്ക് ഇവനൊന്നും സെറ്റ് ചെയ്യാതെ ഒരു മേജർ ഹൈറ്റ് ഓൾ ടൈം ഹൈറ്റ് ചെയ്യുന്നു, അത് നിങ്ങളുടെ ഭാഗ്യം പോലെ തന്നെ ഇരിക്കും. അത് ഭാഗ്യത്തിൽ വെച്ചുള്ളൊരു കളി ട്രേഡിങ്ങിലില്ല. ട്രേഡിങ്ങിലൊരു ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു അബദ്ധം പറ്റിയാൽ മതി നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റോ അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലോ നഷ്ടമാകാനായിട്ട്. അപ്പോൾ അത്ര റിസ്ക്കി ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഭാഗ്യം പരീക്ഷിക്കാതിരിക്കുക.
അപ്പോൾ ഞാൻ നോക്കിയാൽ 50 മിനിറ്റിൽ നമുക്കിവിടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്പ് വിത്ത് ഐഡിയ ഒക്കെ തന്നിട്ടുണ്ട്. ഇതാണ് ഫ്ലിപ്പ് വന്നിരിക്കുന്നത്, ഇതാണ് ഐഡിയം വന്നിരിക്കുന്നത്. നമ്മുടെ എക്സ്ട്രീമിൽ പ്രൈസ് വന്നിട്ട് തിരിച്ച് കയറിപ്പോണ്ട്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ വീണ്ടും നമ്മൾ ആ 1 അവറിൻ്റെ ഓബിയിൽ ഫ്ലിപ്പ് വിത്ത് ഐഡിയം കിട്ടിയ സമയത്ത് ഇങ്ങനെ പോയിട്ട് വീണ്ടും പ്രൈസ് ഇവിടെ നിന്ന് വന്ന് കയറിപ്പോയി. അതേ സ്ട്രക്ചർ തന്നെയാണ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഫൈൻഡ് ചെയ്ത് നോക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രേഡൊക്കെ എടുക്കാമായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ട്രേഡൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. നല്ല കോൾഡും നല്ല ഹെഡേക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ തന്നെ വളരെ ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ പരമാവധി ട്രേഡിൽ നിന്ന് മാറിയിരിക്കുകയും വളരെ ചെയ്യുകയാണെങ്കിൽ വളരെ റിസ്ക് കുറച്ചൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ മേളിലുള്ള ഓബിയിലേക്ക് വന്നെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാനൊരു 1 അവറിൽ ഇപ്പോൾ നമുക്ക് ഇൻറ്റേണലാണല്ലോ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈ സെറ്റപ്പ് നമുക്ക് നോക്കണമെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തു തന്നെ. അപ്പോൾ നമുക്ക് ഇൻറ്റേണൽ എന്തുണ്ട്, ഇൻറ്റേണൽ ബൈ ഞാൻ പറഞ്ഞില്ല, ബൈ സെറ്റപ്പ് നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കുക. സെല്ല് എടുക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ ബൈ തന്നെ എടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കണമെങ്കിൽ ഈ ഹൈക്ക് നമുക്കിതൊരു ഐഡിയമായിട്ടെടുത്ത് ഇതൊരു OB ആയിട്ട് പ്രൈസ് റിയാക്ട് ചെയ്ത് ഇൻറ്റേണലാണ്. ഈ ഹൈക്ക് നമുക്ക് ഇവിടെ ഐഡിയമുണ്ട്, ഈ OB ഉണ്ട്, ഇതും റിയാക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സ്ട്രക്ചറിൽ ഈ ഹൈയുടെ ബോഡി ബ്രേക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇത് സ്ട്രോങ് സ്ട്രക്ചറാണ്. ഇവിടെ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യുക, വീണ്ടും റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ആ ബൈ എടുക്കാം, മുകളിലെ സെല്ലെടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സെക്ഷൻ്റെയും അതേപോലെ പ്രീവിയസ് ലോയുടെയൊക്കെ നിങ്ങൾക്ക് എടുക്കുന്നതിന് പ്രശ്നമില്ല. ഞാൻ പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഹൈ പ്രീവിയസ് ലോ ടാർഗറ്റ് ചെയ്യുക, എന്നിട്ട് കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യുവാനൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഗോൾഡിൽ എനിക്ക് ഇത്രമേ പറയാനുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ടിൽ നമുക്ക് എന്താണ് നടക്കണതെന്ന് നമുക്ക് നോക്കാം. പ്രൈസ് നമുക്ക് മന്തിലേക്ക് വരാം. ഓൾറെഡി ഒരു ബിയർ ട്രെൻഡ് ആയിരുന്നു. പിന്നെ നമ്മൾ വലിയൊരു സിംഗ് ട്രേഡ് ഡേയിലെടുത്തത് അതിൻ്റെ ടാർഗറ്റൊക്കെ ബ്രിട്ടീഷ് പൗണ്ടിൽ ഹിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ലോങ് ടൈം ചെറിയ ലോട്ടൊക്കെ ഇട്ടോ ഹോൾഡ് ചെയ്ത് വെച്ച ആൾക്കാർ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ആ ട്രേഡൊക്കെ അഴിച്ചു തന്നു. വളരെ സന്തോഷം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷേ ഇത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ഹിറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മന്ത് നോക്കണമെങ്കിൽ ഒരു ബിയറിഷ് ട്രെൻഡാണ്. അപ്പോൾ പ്രൈസ് ഈ ഒരു ഹൈയിൽ വന്ന് നിന്നിട്ടൊരു സൈഡ് വേ ട്രെൻഡ്, എന്നാലൊരു ബിയറിഷ് ട്രെൻഡിലുമായിട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് വേ ട്രെൻഡാണ്. അതൊരു ചെറിയൊരു ബിയറിഷ് ട്രെൻഡിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആഴ്ചത്തെ ഏകദേശം എല്ലാ ക്യാൻഡിൽസും ഒരു ബിയറിഷ് ട്രെൻഡിൽ തന്നെയാണ് പോയച്ചാൽ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഡേയുടെ വന്ന് കഴിയണമെങ്കിൽ നമ്മുടെ ഡേയുടെ ഈ മേജർ ഹൈല ഈ എക്സ്ട്രീം ഓബിയിൽ പ്രൈസ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തു. ഇതിൻ്റെ ടാർഗറ്റ് നമ്മളിവിടെ നിന്നാണ് ട്രേഡ് എടുത്ത് വെച്ചിരുന്നത്. നമുക്ക് ഈ ട്രേഡിൻ്റെ ടാർഗറ്റ് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 575 പിപ്പ് നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ടല്ലോ. വലിയ മൂവ്മെൻറ്റ്സ് അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ പ്രൈസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് എല്ലാം കഴിഞ്ഞു. പക്ഷേ എന്താണ് സംഭവിച്ചിങ്ങനെ ലിക്വിഡിറ്റി ഗ്രാബാണ്, വീണ്ടും കയറാം. നിങ്ങൾക്ക് പിന്നെ ഒരു വലിയൊരു ബൈ ഇപ്പോൾ ഈ പ്രൈസിൽ നിന്ന് പ്രൈസ് കയറിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ലോങ് ടൈം ബൈ നോക്കാവുന്നതാണ്. സിംഗ് ട്രേഡാണ്, ലോങ് ടൈം ബൈ നോക്കാം, ധൈര്യമായിട്ട് എടുത്തോ. അപ്പോൾ നമുക്ക് നേരെ 4 അവറിലേക്ക് വരാം. 4 അവറിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്? 4 അവറിൻ്റെ ഒരു ഓബിയിൽ പ്രൈസ് വന്ന് ട്രിഗർ ചെയ്തായിരുന്നു. പക്ഷേ വലിയ റിയാക്ഷനും തന്നില്ല, ജസ്റ്റ് റിയാക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്തു. 4 അവറിൻ്റെ ബിയർ ഷോപ്പിലൊക്കെ വന്നെങ്കിൽ ധൈര്യമായിട്ട് ഐഡിയം എടുക്കണമെങ്കിലോ ഡിസിഷൻ ഓബിയോ എക്സ്ട്രീം എവിടെയൊക്കെ വന്ന് ധൈര്യമായിട്ട് സെല്ല് നോക്കുക. അതേപോലെ 1 അവറിൻ്റെ ഇപ്പോഴത്തെ സെറ്റപ്പിൽ 1 അവറിൻ്റെ ഐഡിയം എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഹൈ ഒക്കെ എടുക്കണം. ഐഡിയം എടുക്കുന്ന സെല്ല് കിട്ടണമെങ്കിൽ നോക്കുക. OBയിൽ എവിടെയെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും സെല്ല് നോക്കാനായിട്ട് നോക്കുക. ബൈ കിട്ടുന്നതും ബൈയും പരമാവധി യൂസ് ചെയ്യുക. ഒരു പ്രീവിയസ് ഹൈ ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും ബൈയുടെയൊക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നേരെ യൂറോ യൂസ്റ്റിയിലേക്ക് പോകാം. യൂറോ യൂസ്റ്റിയിൽ കുറേ നാളായി ട്രേഡൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ മന്തിലേക്ക് പോകാം. ഞാൻ ഈ യൂറോ യൂസ്റ്റിൽ അങ്ങനെ ട്രേഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തതെന്ന് വെച്ചാൽ ചെറിയ മൂവ്മെൻറ്റ്സ് എനിക്ക് ട്രേഡ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡിൽ ചെയ്ത് വലിയ മൂവ്മെൻറ്റ്സ് അത് കൂടുതലും ബ്രിട്ടീഷ് പൗണ്ടിലാണ് അതുകൊണ്ട് ട്രേഡ് ചെയ്യുന്നത്. ഓസ്ട്രേലിയൻ ഡോളറിനും ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കണ്ടതുപോലെ തന്നെ ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. വീക്കിലേക്ക് നോക്കിയാൽ ഒരു സൈഡ് വേ ട്രെൻഡ് ബിയറിഷ് ക്യാൻഡിലാണ്. അപ്പോൾ ഡേയിലേക്ക് തന്നെയാണെങ്കിൽ ഏകദേശം 2 ദിവസം ഒരു ബുള്ളിഷ് ആയിരുന്നെങ്കിലും വലിയ ഒരു ഇതൊന്നുമല്ല പലപ്പോഴും റിയാക്ട് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് ഈ ക്യാൻഡിൽ കാണാം. എന്ന് വെച്ചാൽ ബോഡി വളരെ ചെറുതാണ്. നമുക്കിപ്പോൾ ഡേയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ലോങ് ടൈം ബൈ ഓപ്ഷനാണ്. എന്ന് വരുമെന്നൊന്നും അറിയില്ല, വരുമ്പോൾ നോക്കിയെടുക്കുക. നമുക്ക് 4 അവറിൽ ഈ യൂറോസിറ്റിയുടെ 4 അവർ ചാർട്ട് നോക്കണമെങ്കിൽ അവിടെയും നമുക്കൊരു ബൈ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിലേക്ക് കിട്ടണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് സെല്ലൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ യൂറോസിറ്റി 4 അവറിലേക്ക് വരികയാണ്, 1 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
1 ഹവറിലും നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ ഉണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബൈ എടുക്കുക. സെല്ലെടുക്കുമ്പോൾ സെല്ലും നിങ്ങൾക്ക് കിട്ടുന്നത് പരമാവധി യൂസ് ചെയ്യുക. ഒരു പ്രീവിയസ് ഡേയുടെ ഹൈ എടുക്കണമെങ്കിൽ, സെക്ഷൻ്റെ ഹൈ ഒക്കെ എടുക്കണമെങ്കിൽ പരമാവധി സെല്ലൊക്കെ നോക്കാവുന്നതാണ്. ചെറിയ ചെറിയ ടാർഗറ്റുകളായിരിക്കും. കറൻസിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അത് വളരെ സിമ്പിളായിട്ട് പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതാണ്. കുറച്ച് കൂടുതൽ റിസ്ക് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റൊക്കെ കിട്ടി പോകാവുന്നൊരു പേര് തന്നെയാണ് യൂറോസ്റ്റ്. ഇന്നേ വരെ ഞാൻ ട്രേഡിങ്ങിൽ വന്നിട്ട് ഇന്നേ വരെ എനിക്ക് യൂറോസ്റ്റിൽ എനിക്ക് വലിയ താല്പര്യം വന്നിട്ടില്ല. വലിയ താല്പര്യം വന്നാൽ ഒട്ടും താല്പര്യം വന്നിട്ടില്ല. നമുക്ക് മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഡോളറും ഒരു ബിയറിഷ് ക്യാൻഡിലായിട്ടാണ് നമുക്ക് നിൽക്കുന്നത്. നമുക്ക് ഇതും നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിയറിഷ് സെറ്റപ്പിൽ തന്നെയാണ്, ഒരു സൈഡ് വേ ട്രെൻഡ് തന്നെയാണ്. നമുക്ക് ഏകദേശം കറൻസികളെല്ലാം ഒരു സൈഡ് വേ ട്രെൻഡ് ഉണ്ട്. നമ്മളുടെ ഈ OBയിൽ പ്രൈസ് വന്ന് പോലെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല കറൻസികളിലും, അതേപോലെ ഗോൾഡിലും, മറ്റേ ബ്രിട്ടീഷ് പൗണ്ടിലും, അതേപോലെ പല കറൻസികളിലും ഇതേപോലെ OBയിൽ വരാതെ ഒരു വീക്കിൻ്റെ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് ഈ ഫെയർ വാല്യൂ കംപ്ലീറ്റ് ചെയ്യാതെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ബ്രിട്ടീഷ് പൗണ്ടിൽ ഞാൻ അങ്ങനെ ട്രേഡ് എടുത്തെന്ന് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് കിട്ടുന്ന ആ കൺഫർമേഷനിൽ നമ്മൾ കയറുക, ചെയ്തതിന് മുമ്പ് പ്രൈസ് എന്താണോ ചെയ്തത് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ വന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബൈ എടുക്കാട്ടെ. ഇപ്പം അത്രയും പ്രൈസ് കയറിയല്ലോ, ഇനി എടുക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒക്കെ എന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയൊരു അൺമിറ്റിഗേഷനിലാണ് പ്രൈസ് മൂവ് ചെയ്ത് പോയേക്കണത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരെ ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ എടുക്കുക. അത് പരമാവധി നമ്മൾ തൊട്ട് മുമ്പ് പ്രൈസ് എന്താണോ ചെയ്തത് അത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കുക. നിങ്ങൾക്ക് ഈ ഗ്യാപ്പൊക്കെ വീണ്ടും ഇവിടെ ഒരു ഇന്റേണലൊക്കെ നോക്കി ബൈയും സെല്ലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്രയുമേ പറയാനുള്ളൂ. ഇനി പ്രൈസ് ഗോൾഡിലും ഒക്കെ നോക്കണമെങ്കിൽ ഒരു റേഞ്ചിലേക്ക് പോകാം. ഒരു റേഞ്ചിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് വേ ട്രെൻഡ് ഉണ്ടാകാം. ചില സമയത്തൊക്കെ ആയിരിക്കും മൂവ്മെൻറ്റ്സ് കൂടുതൽ. നേരത്തെ മാസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളും അതിൻ്റെ മുമ്പത്തെ മാസങ്ങളിലുണ്ടായിരുന്ന വലിയ വലിയ മൂവ്മെൻറ്റ്സുകളൊക്കെ ചിലപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കും. നവംബറിലോടെ മൂവ്മെൻറ്റ്സൊക്കെ കുറഞ്ഞ് ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ സൈഡ് വേ ട്രെൻഡിലേക്ക് പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ നമ്മൾ ഡേ എടുക്കണമെങ്കിൽ 4 ദിവസമാണ് ഈ റേഞ്ചിൽ പ്രൈസ് വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു OBയിൽ പറയണമെങ്കിൽ ഇപ്പോൾ 5-8 ദിവസമായി ഒരു OBയിൽ വന്ന് നിൽക്കുന്നത്. ഏകദേശം 6-8 ദിവസമായിട്ട് പ്രൈസ് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു 8 ദിവസം എന്തുകൊണ്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇനി ഇവിടെ നിന്ന് സൈഡ് വേ ട്രെൻഡിലേക്ക് മാറാം. സൈഡ് വേ ട്രെൻഡിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ ഒരു ബിയറിഷ് ട്രെൻഡ് തന്നെയായിരിക്കും പ്രൈസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇപ്പം ഇച്ചിരി കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് ഞാനൊരു കാര്യം പറയാം. നാളെ പ്രൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോൾ ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? 4002.8, 4002. ഇത് പ്രൈസ് ഒരു ബുള്ളിഷ് ക്യാപ്പിലോ ഒരു ബിയറിഷ് ക്യാപ്പിലാണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അതായത് നമുക്ക് ഈ മൺഡേലത്തെ ക്യാൻഡിൽ നമുക്ക് നോക്കാം. മൺഡേലത്തെ ക്യാൻഡിൽ മുമ്പ് കഴിഞ്ഞ ഫ്രൈഡേലത്തെ ക്യാൻഡിൽ 4115 ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്ത് എവിടെയെന്ന് നോക്കിയാൽ 4086. അതായത് ഏകദേശം ഒരു $10-30, $10-25 പ്രൈസ് എന്ത് ചെയ്തു, ഒരു വീഴ്ച അവിടെ വന്നിട്ടുണ്ട്, ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ബിയറിഷ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. മുകളിലേക്കാണെങ്കിൽ ബുള്ളിഷ് ഗ്യാപ്പ്. അതുകൊണ്ട് തന്നെ പ്രൈസ് എങ്ങോട്ടാണ് ആ 2 ദിവസം മൂവ് ചെയ്തെന്ന് നോക്കിയാൽ ബിയറിഷിലേക്ക്. ഇത് തന്നെ ഇവിടെ എങ്ങോട്ട് തന്നെയാണെങ്കിലും പ്രൈസ് ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതൊക്കെ നോക്കി നിങ്ങൾക്ക് മൺഡേ തന്നെ നല്ലൊരു ട്രേഡൊക്കെ എടുത്ത് മൺഡേയും ട്യൂസ്ഡേയൊക്കെ ഇട്ട് തന്നെ നല്ല പ്രോഫിറ്റൊക്കെ എടുത്ത് മാറാവുന്നതാണ്. അപ്പോൾ നല്ലൊരു സ്റ്റഡി ചെയ്യുക, നല്ലൊരു അനാലിസ് ചെയ്യുക. നമ്മുടെ അനാലിസിസ് പ്രകാരമാണ് പ്രൈസ് മൂവ് ചെയ്യണത് എന്നൊക്കെ പഠിക്കുക. ലാഭം നഷ്ടം അതൊക്കെ രണ്ടാമത്തെ കാര്യം. നമുക്ക് നഷ്ടങ്ങളുണ്ടാകും. എനിക്ക് കഴിഞ്ഞിട്ട് മുമ്പത്താഴ്ച നല്ല നഷ്ടം ഉണ്ടായി. ആ സമയത്താണ് എനിക്ക് ഒരുപാട് കാര്യങ്ങളും എനിക്ക് ഒരുപാട് നല്ല റിസ്ക് എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് എൻ്റെ ട്രേഡുകളും മാറുകയും എനിക്ക് നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്താനൊക്കെ പറ്റി. അപ്പോൾ നഷ്ടമുണ്ടാകട്ടെ, നഷ്ടമാണ് നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. അല്ലാതെ നഷ്ടമുണ്ടാകുമ്പോൾ നെഗറ്റീവ് ആകാതെ ആ നഷ്ടം നമ്മൾ എന്ത് പഠിപ്പിച്ചെന്ന് മനസ്സിലാക്കുന്നത് എന്ന് മുതലാണോ അന്ന് മുതലായിരിക്കും നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സക്സസ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.